നമസ്കാരം, സ്വീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കണിമംഗലത്ത് കവർച്ചയ്ക്കിടെ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട കേസിൽ 2 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പ്രതികളായ മനോജ്, ഷൈനി എന്നിവരാണ് കുറ്റക്കാർ. തൃശൂർ കൊക്കാലയിൽ 8 കിലോ കഞ്ചാവുമായി 2 പേരെ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. ഒഡീഷ സ്വദേശികളാണ് പിടിയിലായത്. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പണിമുടക്ക് തുടരുന്നു. ഔട്ടർ റിംഗ് റോഡിലെ വൺ വേ പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 18ാമത് സംരംഭക കൺവെൻഷൻ ആലപ്പുഴയിൽ നടന്നു. നിരവധി പുതിയ പദ്ധതികൾ കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ആമ്പല്ലൂരിലും മുരിങ്ങൂരിലുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. പവന് 440 രൂപ വർദ്ധിച്ച് 84,680 രൂപയും ഗ്രാമിന് 55 രൂപ വർദ്ധിച്ച് 10,585 രൂപയുമായി. മിഥുന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. 150ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. മലക്കപ്പാറ റോഡിൽ വാച്ചുമരത്ത് തകരാറിലായി കിടന്ന വിനോദസഞ്ചാരികളുടെ വാൻ കാട്ടാന തകർത്തു. മലപ്പുറം സ്വദേശികളുടെ വാഹനമാണ് വെള്ളിയാഴ്ച രാത്രി ആനകൾ തകർത്തത്. EMSന്റെ മകൾ ഡോക്ടർ മാലതി ദാമോദരൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരം ശാസ്താമംഗലം മംഗലം ലൈനിലുള്ള വീട്ടിലായിരുന്നു അന്ത്യം. ആളൂരിൽ സ്വകാര്യ ബാറിലെ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. ആളൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന കല്ലട ബാറിലെ മലിനജലമാണ് സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത്. തൃക്കന്നായ GUP സ്കൂളിൽ ലാബിന്റെ പ്രവർത്തനോദ്ഘാടനം പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം C ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടകര യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് TV അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. IEEE വിദ്യാർത്ഥി ശാഖയുടെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായി നടത്തുന്ന ദേശീയതല ഫ്ളാഗ്ഷിപ്പ് പരിപാടിക്ക് കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കമായി. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ആൻഡോ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. ഗ്രീൻ ആർമി ലേബർ ബാങ്ക് മാതൃക ദേശീയ തലത്തിൽ വ്യാപിക്കാൻ നബാർഡ് പദ്ധതിയൊരുക്കുന്നു. നബാർഡിന്റെ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘം ഗ്രീൻ ആർമിയുടെ മിണാലൂർ തിരുത്തിപ്പറമ്പിലെ ട്രെയിനിംഗ് സെന്ററും പ്രവർത്തന കേന്ദ്രങ്ങളും സന്ദർശിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കേച്ചേരി യൂണിറ്റ് സമ്മേളനം കൈപ്പറമ്പിൽ നടന്നു. കുന്നംകുളം മേഖലാ പ്രസിഡന്റ് PY റാഫി ഉദ്ഘാടനം ചെയ്തു. വയലും വീടും എന്ന കാർഷിക കൂട്ടായ്മയുടെ കുട്ടി കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയ 9 വയസ്സുകാരി ഇഷാലാരയെ ചാലിശ്ശേരി പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി ആദരിച്ചു. ബംഗളൂരു ഗീർ ഇന്റർനാഷണൽ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇഷാലാര. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വെട്ടിങ്ങപ്പാടം കാരിക്കുളം കടവ് റോഡിന്റെ കാടുമൂടിയ വശങ്ങൾ വനംവകുപ്പ് അധികൃതർ ശുചീകരിച്ചു. വർഷങ്ങളായി കാടുപിടിച്ചു കിടന്നിരുന്ന റോഡിൽ കാട്ടുപന്നികളും മാനും കുറുകെ ചാടി നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേള അണ്ടർ 70 ബോക്സിംഗ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഗൗതം സാജുവിനെ CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അനുമോദിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ മൊമെന്റോ സമ്മാനിച്ചു. എളനാട് വാണിയമ്പാറ റോഡിന് സമീപം അമ്പക്കാട് പ്രദേശത്തെ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ച സ്ഥലം വെൽഫെയർ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു. കുതിരാൻ തുറങ്കം തുറന്നുകൊടുത്തതു മുതൽ മേഖലയിൽ ആനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മത്സ്യ കർഷകർക്ക് പരിശീലന ക്ലാസ് നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ വിജ്ഞാൻ മാർഗ് സംഘടിപ്പിച്ചു. P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ആറ്റത്ര ഉപതോടുകൾ വൃത്തിയാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ജലസേചന വകുപ്പോ എരുമപ്പെട്ടി പഞ്ചായത്തോ ഉപതോടുകളുടെ കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കർഷകർ കുറ്റപ്പെടുത്തി. ചെമ്പൂക്കാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ കലോത്സവം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു.
മരത്തങ്കോട് മാർ പിലക്സിനോസ് മെമ്മോറിയൽ വിദ്യാലയത്തിൽ കായിക ദിനം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല വേട്ടക്കരങ്കാവ് റെസിഡൻസ് അസോസിയേഷനും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും സംയുക്തമായി മാനസികാരോഗ്യ വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് പ്രഭാകരൻ, സെക്രട്ടറി ബാബു പരശുറാം തുടങ്ങിയവർ സംസാരിച്ചു. പാമ്പാടി ശ്രീമന്തം ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി മാസ്റ്റർ നിരഞ്ജന്റെ തായമ്പക അരങ്ങേറി. ക്ഷേത്രത്തിലെ നവരാത്രി ചടങ്ങുകൾ ഒക്ടോബർ 2-ന് സമാപിക്കും. പെരിഞ്ഞനം പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഭാഗവത നവാഹയജ്ഞം തുടരുന്നു. ഭാരവാഹികളായ ശോഭന രാമചന്ദ്രൻ, സിന്ധു രാജസുന്ദരം തുടങ്ങിയവർ നേതൃത്വം നൽകി. റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പ് ജോസ് ചെറമൽ നാടകദ്വീപിന്റെ 4ാമത് കാർഷിക തിയേറ്റർ ഫെസ്റ്റിവൽ ഒക്ടോബർ 20 മുതൽ 26 വരെ വല്ലച്ചിറ നാടകദ്വീപിന്റെ അരങ്ങിലും സമീപത്തെ കൊയ്ത്തൊഴിഞ്ഞ പാടത്തുമായി സംഘടിപ്പിക്കും. 20-ന് തമിഴ് സംവിധായകൻ പ്രളയൻ ഷൺമുഖസുന്ദരം ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി ക്ഷേമനിധി സംരക്ഷിക്കുക, ക്ഷേമനിധിക്ക് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിഹിതം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രവാസി സംഘം തൃശൂരിൽ ഒക്ടോബർ 7-ന് രാപ്പകൽ സമരം സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി നാളെയും മറ്റന്നാളും ജില്ലയിൽ വാഹന പ്രചരണ ജാഥ നടക്കും. ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും മത്സരങ്ങളും ഞായറാഴ്ച കുരിയച്ചിറ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സംഘടിപ്പിക്കും. 250 പേർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരയടക്കം വിവിധ പരിപാടികൾ അരങ്ങേറും. നമ്മുടെ സമ്മതിദാനാവകാശം മോഷ്ടിക്കാതിരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് നടത്തുന്ന വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം എറവിൽ നടന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. LDF കടങ്ങോട് പഞ്ചായത്ത് വികസന സന്ദേശ കാൽനട ജാഥയ്ക്ക് തുടക്കമായി. ആദൂരിൽ നിന്ന് ആരംഭിച്ച ജാഥ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ബസ്സിൽ കുഴഞ്ഞു വീണ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷകരായ ജോണീസ് ബസ്സിലെ ജീവനക്കാരായ ജൂബിനെയും ജോൺസനെയും അശ്വിനി സ്റ്റാഫ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് കോലഴി അധ്യക്ഷത വഹിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കുന്നത്തേരി നെല്ലുവായ് തടയണയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരണം നടന്നു. പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. കളരിക്കുറുപ്പ് കളരിപ്പണിക്കർ സമുദായാംഗങ്ങളുടെ കൂട്ടായ്മയായ കളരി.com രജത ജൂബിലി ആഘോഷം തൃശൂരിൽ നടന്നു. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. സംസ്ഥാന വ്യാപകമായി 70-ലധികം ഓഫീസുകളിലാണ് പരിശോധന നടത്തിയത്. ഗാസയിലെ കുഞ്ഞുങ്ങൾക്കായി സമർപ്പിച്ച് ചെമ്പൂക്കാവിലെ ബൊമ്മക്കൊലു. തട്ടിൻപുറത്ത് ചിതറിക്കിടക്കുന്ന കളിക്കോപ്പുകളും കുട്ടിപ്പാത്രങ്ങളും ചേർത്തുവച്ചാണ് ബൊമ്മക്കൊലു ഒരുക്കുകയെന്ന് വിജയദശമി ദിനം വരെ പ്രദർശനം തുടരുമെന്നും സംഘാടകയായ നിരഞ്ജന. മുളങ്ങുംകാവ് പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി നിർമ്മാർജ്ജനത്തിന് നടപടികൾ ഊർജിതമാക്കി. രോഗം ബാധിച്ച പന്നികളെ കൊന്നൊടുക്കുന്ന നടപടികൾ ആരംഭിച്ചതായി മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ. 2031 ആകുമ്പോഴേക്കും കേരളത്തെ വികസിത പുരോഗമന സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകാൻ സർക്കാർ സെമിനാറുകൾ സംഘടിപ്പിക്കും. സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ സെമിനാർ ഒക്ടോബർ 3-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുമെന്ന് മന്ത്രി R. ബിന്ദു. കുന്നംകുളം പെലക്കാട്ട് പയ്യൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കും. 29-ന് സപ്തമി ദിവസം പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിൽ ക്ഷേത്ര മേൽശാന്തി രാജൻ തിരുമേനി കാർമ്മികത്വം വഹിക്കും. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിപ്പെരുന്നാൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും. മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ കാർമ്മികത്വം വഹിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 18ാമത് വാർഷിക പൊതുയോഗം നടത്തി. സംഘം പ്രസിഡന്റ് EK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. വേലൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗം സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ച കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന രാമചന്ദ്രൻ, PN അനിൽ, CD സൈമൺ, നിതീഷ് ചന്ദ്രൻ, ബാലകൃഷ്ണൻ, വിജിനി ഗോപി എന്നിവരാണ് ഇറങ്ങിപ്പോയത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.